ഇപ്പോൾ ആക്രമണമുണ്ടായിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആദിത്യൻ മുരളി നൽകും. ആദിത്യൻ, അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധാന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനുമായുള്ള വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയതായി പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം ഇറാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ യുദ്ധമുഖത്തേക്ക് നോക്കേണ്ടത്? മാത്രമല്ല, ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിന്റെ സൂചനയാണോ ഈ ഇറാന്റെ നീക്കം? അക്ഷയ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയതായി പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്കകം തന്നെയാണ് ഇറാൻ ഇത്തരത്തിലൊരു പ്രകോപനം നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അങ്ങനെ വീണ്ടും ഒരു യുദ്ധഭീതി തന്നെയാണ് ഉണർന്നിരിക്കുന്നത്. ഹോർമുസ് കടലിലേക്ക് വെച്ചാണ് ഈ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ഒരു ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന സമാധാന ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ടതിന് പുറകെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രകോപനമുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ബുധനാഴ്ച രാവിലെ ഏകദേശം 7:55 കൂടിയാണ് ഇറാൻ പാരാമിലിറ്ററി വിഭാഗമായിട്ടുള്ള IRGC ഈ ചരക്ക് കപ്പലിനെ നോട്ടമിട്ടതും അതിന് നേർക്ക് ഇത്തരത്തിൽ വെടിയുതിർത്തത്. യാതൊരു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പോ പ്രത്യേകിച്ച് വാണിങ്ങുകളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു മുന്നറിയിപ്പും കൂടാതെയായിരുന്നു ഇറാൻ ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു നടപടി നടത്തിയത്. അമേരിക്കയെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇറാൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇത് കപ്പലാണെന്നോ അതിന്റെ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും വെടിവെപ്പിന് പിന്നാലെ കപ്പലിൽ കാര്യമായ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചതായി പറയുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു എണ്ണ വ്യാപാര പാതയായിട്ടുള്ള ഹോർമുസിൽ ഇത്തരം മനുഷ്യ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് വലിയ തോതിൽ തന്നെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ കപ്പലിന്റെ കമാൻഡ് സെന്റർ ആയിട്ടുള്ള ബ്രിഡ്ജിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. UK മാരിടൈം ആണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരൊക്കെ തന്നെ നിലവിൽ സുരക്ഷിതരാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. തീപിടുത്തമോ എണ്ണച്ചോർച്ചയോ അത്തരത്തിലുള്ള പരിസ്ഥിതി വിഷയങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ മനസ്സിലാവും. അമേരിക്ക ശക്തമായ രീതിയിൽ തന്നെ ഇറാനിൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാന്റെ തുറമുഖത്ത് നടത്തുന്ന ഉപരോധം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ പൂർണ്ണമായി പിൻവലിക്കുക, അതിനെ ഒരു തരത്തിലും തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇറാൻ ശക്തമായ രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ ഉപരോധം പിൻവലിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അക്കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാനായി ഇറാൻ തയ്യാറല്ല. ഇനി ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.